സ്ഥിതി എന്ന് നോക്കാം. തമിഴ്നാട് സർക്കാർ രൂപീകരണത്തിനായി ടി.വി.കെ നൽകിയ കത്തിൽ ഗവർണറുടെ തീരുമാനം ഇന്ന്. ടി.വി.കെക്ക് പിന്തുണ അറിയിച്ച് കോൺഗ്രസ് എം.എൽ.എമാർ ഗവർണർക്ക് കത്ത് കൈമാറും. ബി.ജെ.പി എൻ.ഡി.എ ഘടകകക്ഷികളുടെ പിന്തുണ തേടരുതെന്ന കർശന ഉപാധിയിലാണ് കോൺഗ്രസ് വിജയിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. അതേസമയം മന്ത്രിസഭാ ചർച്ചകളിലേക്ക് കടക്കുകയാണ് ടി.വി.കെ. റിസാൻ ഹുസൈൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. റിസാൻ, അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് ടി.വി.കെ കടക്കുമ്പോൾ കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് DMK നടത്തുന്ന വെല്ലുവിളികളെ കോൺഗ്രസ് എങ്ങനെ മറികടന്നു? അപ്പോൾ ഇനിയുള്ള ചർച്ചകൾ എന്തു കേന്ദ്രീകരിച്ചുകൊണ്ടാണ്? ജിൽസി, തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നിർണായക ദിനമാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ടി.വി.കെ കഴിഞ്ഞ ദിവസമാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് സർക്കാർ രൂപീകരണത്തിനായി കത്ത് നൽകുന്നത്. അതിൽ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഇതുവരെ ഗവർണർ ചെന്നൈയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. നിലവിൽ മറ്റൊരു കാര്യം, ഗവർണറുടെ ഓഫീസിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ച് ടി.വി.കെ നൽകിയ കത്തിൽ 108 പേരുടെ പിന്തുണ മാത്രമേ നിലവിലുള്ളൂ. മാത്രമല്ല അതിൽ ഇത്ര ശതമാനം വോട്ട് ഷെയർ ഉണ്ടെന്ന് അവകാശവാദം മാത്രമാണ് ടി.വി.കെ ഉന്നയിക്കുന്നത്. മറ്റു പാർട്ടികളുടെ പിന്തുണ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള ഒരു ക്ഷണം, അതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ആരൊക്കെയാണ് വിജയെ പിന്തുണച്ചുകൊണ്ട് ഗവർണർക്ക് പിന്തുണ കത്ത് നൽകുക എന്നുള്ളതിനൊരു തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് 5 സീറ്റാണുള്ളത്. കോൺഗ്രസ് ഇന്നലെ രാത്രി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. അതിൽ ടി.വി.കെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം PCCക്ക് വിട്ടിരിക്കുകയായിരുന്നു. PCCയുടെ തീരുമാനം ടി.വി.കെക്ക് പിന്തുണ നൽകാം. അതിൽ കർശന ഉപാധികളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിൻ്റെ ഉപാധികൾ എന്ന് പറയുന്നത് ബി.ജെ.പി അതുപോലെ തന്നെ NDAയുടെ ഘടകകക്ഷികളുമായി ഒരു തരത്തിലുള്ള സഖ്യ നീക്കങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ AIADMK അതുപോലെ തന്നെ PMK ഈ 2 സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ നിലവിൽ ടി.വി.കെ നടത്തുന്നുണ്ട്. അതിനൊരു അടഞ്ഞ അധ്യായമായി മാറും എന്നുള്ളതാണ് കോൺഗ്രസ്. അതിലൊരു പിടിവാശി നിലവിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല 2 മന്ത്രിസ്ഥാനവും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് AIADMKയിലും ഭിന്നത രൂക്ഷമാണ്. ഈ ടി.വി.കെയെ ചൊല്ലിയാണ് ആ ഭിന്നത. അതായത് ഒരു വിഭാഗം നേതാക്കൾ, ഒരു വിഭാഗം MLAമാർ ടി.വി.കെക്കൊപ്പം പോകണമെന്നാവശ്യപ്പെടുമ്പോൾ മുതിർന്ന നേതാക്കൾ, എടപ്പാടി പളനിസ്വാമി അടക്കമുള്ള നേതാക്കൾ ടി.വി.കെക്കൊപ്പം സഖ്യം പാടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ DMKയുടെ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ടി.വി.കെക്ക് പിന്തുണ നൽകുന്നത്. മാത്രമല്ല കോൺഗ്രസ് ഒരു വാഗ്ദാനം കൂടി നൽകുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഉപാധികൾ, അതായത് ബി.ജെ.പിയെ കൂട്ടുപിടിക്കില്ല എന്ന കർശന ഉപാധി വെക്കുമ്പോൾ മറ്റൊരു വാഗ്ദാനം നൽകുന്നത് മുസ്ലിം ലീഗ് അതുപോലെ തന്നെ VCK, CPM, CPI എന്നീ കക്ഷികളുമായി കോൺഗ്രസ് ചർച്ച നടത്തി ടി.വി.കെക്ക് പിന്തുണ നൽകുമെന്നൊരു ഉറപ്പ് കൂടി കോൺഗ്രസ് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 119 സീറ്റോടെ വിജയ്ക്ക് അധികാരത്തിലെത്താനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. അങ്ങനെയാണെങ്കിൽ ടി.വി.കെ തന്നെ അധികാരത്തിലെത്തും, കോൺഗ്രസും അതിന്റെ ഭാഗമാകും. അതിനപ്പുറത്തേക്ക് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പുതിയതാണ്. അപ്പോൾ ആര് മുഖ്യമന്ത്രിയാകും, ആര് മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അത്തരം ചില പേരുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വളരെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയവും കടന്നു പോവുകയാണ്. വിവരങ്ങളാണ് റിസ്വാൻ ഹുസൈൻ നൽകിയത്.